അരിപ്പൊടി കൊണ്ട് 10 മിനിറ്റ് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഇടിയപ്പപ്പൊടിയോ പത്തിരിപ്പൊടിയോ വേണം എടുക്കാനായിട്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പൊടിച്ച ശർക്കര എടുത്തതിന് ശേഷം 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നല്ല ചൂടോടുകൂടി വേണം ശർക്കര പാനി ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ കല്ലില്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കല്ലുള്ളതാണെങ്കിൽ അരിച്ചതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള നമുക്ക് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വീതം ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കിയിട്ട് എടുക്കണം. ആദ്യം 1 കപ്പ് വെള്ളം എടുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. കുറച്ച് വീതം വെള്ളം ചേർത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി റെഡിയാക്കിയിട്ട് എടുക്കാം. ടോട്ടൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1/4 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഉണ്ണിയപ്പം റെഡിയാക്കിയിട്ട് എടുക്കാം. അതിനായി ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോ കുഴിയിലായിട്ട് ഇതുപോലെ മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുഴിയുടെ 1/4 ഭാഗം വെച്ച് വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരുപാട് നിറച്ചൊഴിച്ചു കൊടുക്കരുത്. ഇതുപോലെ 1/4 ഭാഗം വെച്ച് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഒരു വശം ഒന്ന് കളറെല്ലാം ഒന്ന് ചേഞ്ചായി നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം മറുവശവും കൂടെ നന്നായിട്ട് കളറെല്ലാം ഒന്ന് ചേഞ്ചായി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ 2 വശവും നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അരിപ്പൊടി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് 10 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. വിഷുവിനൊക്കെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.